ട്രിപ്പിൾ ഓം ശാന്തി. അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ അവതരിച്ചു എന്നൊന്നും പറയാൻ വയ്യ. പക്ഷെ ഇവിടത്തെ കേസും കൂട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും ശ്രീമതം അനുസരിച്ച് നമ്മൾ നടന്നതിന്റെ ആധാരത്തിൽ നമുക്ക് കിട്ടിയ പാർട്ട് അതിന്റെ പേരിൽ വന്ന് അതിന്റെ ഏഴയലത്തേക്ക് വരില്ല. കാരണം ശ്രീമതം കടുത്ത സംഭവം. കണ്ണിന്ന് ചോര വരും. സാധാരണക്കാർ അടിച്ചു പൊളിച്ച് നടക്കുന്നത് കണ്ട് നമ്മൾ ഈ ശ്രീമതം എന്റെ ബാബാ എന്നെ എന്തിനിങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നു എന്റെ ബാബാ, താങ്ങണില്ല ബാബാ, സൂര്യപ്രകാശം താങ്ങണില്ല ബാബാ, ബാബാ വെള്ളം താങ്ങണില്ല ബാബാ, ബാബാ അസുഖങ്ങൾ കൊണ്ട് താങ്ങാൻ വയ്യ ബാബാ, ബാബാ ഓരോരുത്തരുടെ കുത്തുവാക്കുകളും നോട്ടങ്ങളും താങ്ങാൻ കഴിയുന്നില്ല ബാബാ, ബാബാ എനിക്കിതൊന്നും കഴിയുന്നില്ല എന്ന് ആരെ പറയൂ? ഒന്നില് വരാത്തവര്, കുറച്ചങ്ങോട്ട് വിട്ടിട്ട് വരുന്നവരെ ഈ സമയത്ത് പറയും. ഒന്നിൽ വരുന്നവര് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ബാബാ സൂര്യപ്രകാശം കൊണ്ട് എന്റെ ശരീരത്തിൽ സൂര്യാഘാതമേറ്റു ബാബാ, ഞാൻ ഇപ്പോൾ സന്തോഷവാനാണ് ബാബാ, ബാബാ വെള്ളത്തിലെ മാലിന്യം കാരണം എനിക്ക് വയറിളക്കം പിടിച്ചു ബാബാ, ഞാൻ സന്തോഷവാനാണ് ബാബാ, ബാബാ പൊടിപടലങ്ങൾ കാരണം എനിക്ക് ജലദോഷം പിടിച്ചാകെ ഒരു വഴിക്കായി ബാബാ, ഞാൻ സന്തോഷവാനാണ് ബാബാ, ബാബാ ജനങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി ഏതെല്ലാം വിധത്തിലുള്ള കുത്തുവാക്കുകൾ കേട്ടാലും എന്റെ പ്രിയപ്പെട്ട ബാബാ ഞാൻ എന്റെ കർമ്മ കണക്കുകൾ തീർത്തു ബാബാ എന്നല്ല, എന്റെ അത്രയെങ്കിലും കർമ്മക്കണക്ക് തീർന്നല്ലോ ബാബാ. അങ്ങനെ സന്തോഷിക്കണം. ഓരോരോ ഇടികൾ വരുമ്പോ സന്തോഷം പോലൊരു ടോണിക്ക് വേറെ ഇല്ല. ബാബാ ഞാൻ വീണ്ടും വീണു ബാബാ, ബാബാ ഇന്ന് ഞാൻ വീണു, ഇന്ന് ഞാനിപ്പോ അവിടെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇച്ചിരി നേരം വൈകി എണീറ്റു, അല്ല ബാബാ, അല്ല ഞാന് അങ്ങനെയായി ഇങ്ങനെ പല ചെറിയ വീഴ്ചകൾ ബാബാ, നാളെ അല്ലെങ്കിൽ ബാബയാണ് ഒരു പ്രത്യേക സമയം, മറ്റന്നാള്, അതല്ലെങ്കിൽ ഒരു 4 ദിവസം കഴിയട്ടെ, ഞാന് എനിക്ക് പറ്റും വിധം ക്ലിയർ ആക്കി തരാം. ഞാന് എനിക്ക് പറ്റും വിധം ക്ലിയർ ആക്കി തരാം. ബാക്കി ബാബ ചെയ്തോട്ടെ, മുഴുവൻ എനിക്ക് പറ്റും. കാരണം ഇത് റിസ്ക് ഉള്ള സംഭവമാണ്. 63 ജന്മം ചളി കിടന്ന് ആ ചളിയിലുള്ള മൊത്തം എടുത്ത് ക്ലീൻ ചെയ്യാണ്, പ്രത്തനത്തെ ക്ലീൻ ചെയ്യാണ്. അതിന്റെ പ്രകാശം കണ്ട് പുറത്തേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. സാധാരണ രത്തനല്ല അത്, അവിനാശി, അമൂല്യം, ഇൻഫിനിറ്റീവ്, അനന്തമായ നക്ഷത്രം. അവിനാശിയാണ്, അമൂല്യം എന്ന അനന്തമായത്. അതാണ് എടുത്ത് ക്ലീൻ ചെയ്യും. നമ്മൾ എത്രയോ തവണ അവിനാശി പറഞ്ഞ ഒരിക്കലും നശിക്കാത്തതാണ്, അനന്തം. എപ്പോഴും ഇതേ പാർട്ട്, അമൂല്യം. ഇത്രയും മൂല്യമുള്ളത് വേറൊന്നുമില്ല. അത് മനസ്സിലാക്കണം. ഞാനാണ് ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്, ഞാനാണ് ബെസ്റ്റ് എന്ന് ഓരോരോ ഞാനുകളും മനസ്സിലാകും. ഓരോരുത്തരോട്ട് നെഗറ്റീവ് പലതും കാണേണ്ടി വരും,
കേൾക്കേണ്ടി വരും, അറിയേണ്ടി വരും. അവരും ബെസ്റ്റാണ്, അവരും ബെസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ അവര് നെഗറ്റീവ് കർമ്മങ്ങളെ ചെയ്യുള്ളൂ. പക്ഷെ ബ്രാഹ്മൺസ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ നല്ല സങ്കല്പം ചെയ്യും. അവന്റെ പാർട്ട് സത്യത്തിലാവട്ടെ, ത്രേതായുഗത്തിലാവട്ടെ, ദ്വാപരയുഗത്തിലാവട്ടെ, കലിയുഗത്തിലാവട്ടെ, ഏത് ധർമ്മത്തിലാവട്ടെ, അതേ അവൻ ചെയ്തോളൂ. നമുക്കൊരു ഇടി ഏതൊക്കെ വകുപ്പിലാണ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. മൂക്കിനായിരിക്കാം, ചെവിക്കായിരിക്കാം, ഏത് വിധത്തിലായാലും ശരി. ആ രീതിയിൽ ആ സ്വരൂപത്തിൽ അതിനോട് ഉൾക്കൊള്ളുക. കുട്ടികളൊപ്പം കുട്ടിക്കളിയും, വലിയവരൊപ്പം വലിയ വർത്താനം. ഈ രീതിയിൽ തന്നെ ഹാൻഡ് ഓവർ ചെയ്യണം. കാരണം ബാബയാണ് വന്നിട്ടുള്ളത്, ഭഗവാൻ വന്നിട്ടുള്ളത് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ. എല്ലാവരും, ഒരു ബ്രഹ്മാവിനും അമ്മേനെയും മാത്രം രക്ഷപ്പെടുത്താനല്ല, അഷ്ടരത്നങ്ങളെ മാത്രം രക്ഷപ്പെടുത്താനല്ല, 108 മാത്രം രക്ഷപ്പെടുത്താനല്ല, 9 ലക്ഷത്തിന് മാത്രമല്ല, 700 800 കോടി വരുന്ന മനുഷ്യാത്മാക്കൾ. ചിന്തിക്കേണ്ട സംഭവം, മനുഷ്യ ആത്മാക്കളെ ഇവരെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും വലിയ പ്രയാസങ്ങളില്ല. സിംഹം, കടുവ, പുലി, കുറെ ബാക്ടീരിയകൾ, അതിൻ്റെയൊക്കെ ആത്മാക്കളെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ട്. അതൊക്കെ വളരെ സയന്റിഫിക്കലായിട്ട്, വളരെ ശാസ്ത്രീയമായിട്ട്, അത് ഏത് രീതിയിൽ വേണമെങ്കിൽ അത് ബാബ ചെയ്തു വെച്ചതാണ്. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ട്. മനുഷ്യാത്മാക്കളുടെ ഉദ്ധാരണം ഇതാണ് പ്രധാനം. കാരണം വാക്കുകൾ, സൃഷ്ടി, സങ്കല്പം. വാക്കുകൾ കുറെ കഴിഞ്ഞാൽ നിർത്തും, കാഴ്ചയും കുറെ കഴിഞ്ഞാൽ നിർത്തും, പിന്നെ സങ്കല്പം തന്നെ ഉണ്ടാവുള്ളൂ. ആ മനോഹരമായ ഭൂമിയിലേക്ക് എത്തേണ്ടവർ കറക്റ്റായിട്ട് എത്തും. അതിനുള്ള സെറ്റപ്പുകളാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഹൈവേ ഗംഭീര പണി നടന്നുകൊണ്ടിരിക്കുന്നു. റെയിൽവേ, കേരളയിലായിട്ടും മറ്റേ റെയിലായിട്ടും അത് വേറെ ഗംഭീരമായിട്ടാണ്. വിമാനത്താവളങ്ങൾ അത് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. ജലസേചന വകുപ്പ്, അങ്ങനെ ഏതേതെല്ലാം വകുപ്പിൽ എന്തെന്തെല്ലാം കാര്യങ്ങൾ വളരെ ഗംഭീരമാക്കിയോ, വളരെ സുന്ദരമാക്കിയോ, വളരെ സ്പീഡാക്കിയോ, എല്ലാം ഒന്നിനു വേണ്ടിയിട്ടുള്ള എത്രയോ കൽപ്പങ്ങൾ തന്നെയാണ് പരിപാടി. എത്രയോ കൽപ്പങ്ങളായിട്ട് ഇത് തന്നെയാണ് പരിപാടി. ഒക്കെ അതാണ് ഏറ്റവും പ്രധാനം. ബാബയ്ക്ക് ഏറ്റവും പ്രധാനം വിനാശം. സത്യം പറഞ്ഞാൽ ബാബയ്ക്കും വലിയ ഇഷ്ടമുള്ള സംഭവമൊന്നുമില്ല. ആർക്കും ഇഷ്ടം ഉണ്ടാവുക വിനാശം? ഒരാൾക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഒക്കെ നശിക്കുക. എന്തിനേറെ പറഞ്ഞപ്പോ ഞാന് ആത്മാവ്, എനിക്ക് ഈ ശരീരം മരിക്കുന്നത് കാണുന്നത് ഇഷ്ടമുണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവോ? ഈ ശരീരത്തിന്റെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവും? പെങ്ങൾക്ക് ഇഷ്ടമുണ്ടാവോ? പെങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവോ? അങ്ങനെ ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ. പക്ഷെ കൃത്യമായ സമയത്ത് കഴിഞ്ഞാൽ ഞാൻ ആത്മാവ് ഈ ശരീരം വിടണം. അതല്ല, ഞാനങ്ങ് നിലനിന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അതിലാർക്കാണോ എപ്പോഴാണോ ഏത് സമയത്താണോ നമുക്ക് പറയാൻ പറ്റില്ല. അതാത് സമയങ്ങളിൽ അവരവർക്ക് വിടണം. ആ സമയത്ത് അവർ വിട്ടേ തീരും. പോയാ പോയി, കിട്ടിയാ കിട്ടി എന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഓരോ സെക്കൻഡിലും ഇത്രത്തോളം എനിക്ക് എൻ്റെ പദവി
ഉയർത്താൻ പറ്റും എന്ന് മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ ഉണ്ടാവും, അസുഖങ്ങൾ വരും. അസുഖങ്ങൾ വരുമ്പോൾ ബാബാ ഇന്ന പ്രയാസങ്ങളുണ്ട്, അപ്പൊ അതൊന്ന് ഞാൻ ക്ലിയർ ആക്കിയിട്ട് ഇന്ന സമയത്ത് ഞാൻ ഗ്യാരണ്ടി. അപ്പൊ അത് ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഞാനൊരു സൈഡിലൂടെ ഇങ്ങനെ പോയിട്ട് ഞാൻ പതുക്കെ പെട്ടെന്ന് ആക്കിക്കോളാം. ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഒറ്റയടിക്കൊന്നും ബാബയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൊടുത്ത ബാബയ്ക്കുള്ള പ്രോമിസ് അതാണ്, ഞാൻ പതുക്കെ ആയിക്കോളാം. ആവും, ആയിത്തീർന്നിട്ടുണ്ട്. കൽപ്പകൽപ്പം എന്റെ പാർട്ട് ഞാൻ ആയിത്തീർന്നിട്ടുണ്ട്. അപ്പൊ ട്രിപ്പിൾ കോൺഷൻ